ജയ് മോഹൻജി. വിശുദ്ധിയുടെ ശക്തി. വായന തുടരുന്നു. ആത്മീയ വിപണനവും ആത്മീയ വികാസവും. മനുഷ്യ മനസ്സ് നിഷേധാത്മകമായ വികാരങ്ങളെ സ്വീകരിക്കുവാനും യഥാർത്ഥമായവയെ അവാസ്തവമായി കണക്കാക്കി തള്ളിക്കളയുവാനുമുള്ള പ്രവണത കാണിക്കുന്നു. ആരെങ്കിലും ഏതെങ്കിലും വിധത്തിൽ നമ്മെ അവമാനിക്കുകയോ മുറിപ്പെടുത്തുകയോ ചെയ്യുകയാണെങ്കിൽ നാം മരിക്കുന്നതുവരെ ഒരുപക്ഷേ അതിനപ്പുറത്തേക്കും ആ അനുഭവം തേച്ചുമിനുക്കി തിളക്കി സൂക്ഷിച്ചു വയ്ക്കുന്നു. അതേസമയം നല്ല ഓർമ്മകളുടെ തിളക്കം ദിവസം തോറും കുറഞ്ഞു വരുന്നു. നിഷേധാത്മകമായ ചിന്തകളും വാക്കുകളും പ്രവൃത്തികളും താനേ മുളയ്ക്കുന്നു. അവയെ പോറ്റി വളർത്തേണ്ട ആവശ്യമില്ല. അവ തോട്ടത്തിലെ പാഴ്ചെടികളെ പോലെയാണ്, താനേ വളരും. നല്ല ചിന്തകളെയും വാക്കുകളെയും പ്രവൃത്തികളെയും ഒരു ചെറു വൃക്ഷത്തൈയിനെ എന്ന പോലെ പരിപാലിക്കുകയും അധികപ്പറ്റായ ശിഖരങ്ങളെ വെട്ടിച്ചുരുക്കി കാത്തുരക്ഷിക്കുകയും ചെയ്യേണ്ടതുണ്ട്. നിങ്ങൾ ഒരാളോട് അയാളുടെ ക്ഷേമത്തെപ്പറ്റി ചോദിക്കുകയാണെങ്കിൽ നിങ്ങളും അയാളുമായുള്ള അടുപ്പമനുസരിച്ച് അയാൾ തൻ്റെ ദുഃഖങ്ങളെയും കഴിഞ്ഞ കാലത്തെ ദുരിതാനുഭവങ്ങളെയും ജീവിതത്തിലെ ഇല്ലായ്മകളെയും പറ്റി പറയും. ജീവിതത്തിൽ തനിക്ക് ലഭിച്ചിട്ടുള്ള നന്മകളെക്കുറിച്ചായിരിക്കുകയില്ല പറയുന്നത്. ഇത് മനുഷ്യ സ്വഭാവമാണ്. എല്ലാ അധ്യാത്മവാദികളെയും ആത്മീയ അന്വേഷകരെയും സംബന്ധിച്ചിടത്തോളവും തങ്ങളുടെ ആത്മീയ അനുഭവങ്ങളെ കുറിച്ചുവെക്കുക എന്നത് അത്യന്താപേക്ഷിതമാണ്. ഒരു ഓർമ്മപ്പെടുത്തൽ എന്ന നിലയ്ക്ക് അത് പ്രയോജനപ്പെടും. അതിൽ കൂടി തങ്ങളുടെ വികാസത്തെ നിരീക്ഷിക്കുവാനും കഴിയും. പല ഗുരുക്കന്മാരും ആത്മീയ ഡയറി സൂക്ഷിക്കുവാൻ നിർദ്ദേശിച്ചിട്ടുണ്ട്. നിങ്ങളുടെ അനുഭവങ്ങളെക്കുറിച്ച് എഴുതുന്നതും പറയുന്നതും മറ്റുള്ളവരെയും പ്രചോദിപ്പിക്കുന്നുവെങ്കിൽ അത് ഒരു വലിയ സാമൂഹ്യ സേവനമായിരിക്കും. നിങ്ങൾ ആത്മീയമായി വികസിക്കുകയാണ്, അതേസമയം മറ്റുള്ളവരെ വികസിക്കാൻ സഹായിക്കുകയും ചെയ്യുന്നു. പലരും അതിർത്തി രേഖയിലാണ് നിൽക്കുന്നത്. പ്രത്യക്ഷമായ ലോക ജീവിതത്തിൽ അത്രയധികം ഇഴുകിച്ചേർന്നുകൊണ്ട് ധ്യാന സമയത്ത് ഉണ്ടാകുന്നത് പോലുള്ള സൂക്ഷ്മ അനുഭവങ്ങളെ മനസ്സിലാക്കാതിരിക്കുകയോ തള്ളിക്കളയുകയോ ചെയ്യാനുള്ള പ്രവണത അവർക്കുണ്ടാകുന്നു. അവർ ആ അനുഭവങ്ങളെ അയഥാർത്ഥമെന്നോ വെറും തോന്നലുകൾ എന്നോ കരുതിയേക്കാം. അപ്പോൾ അവർ താരതമ്യേന മനസ്സിലാക്കാൻ എളുപ്പമല്ലാത്ത ആത്മീയ അനുഭവങ്ങൾക്ക് പകരം പ്രത്യക്ഷമായ ലോകത്തിലെ പ്രകടമായ യാഥാർത്ഥ്യത്തെ സ്വീകരിക്കാൻ തയ്യാറാകുന്നു. ധ്യാന സമയത്തുണ്ടാകുന്ന അഗാധമായ സൂക്ഷ്മ അനുഭവങ്ങളിൽ ആനന്ദിക്കുന്നവർ അങ്ങനെ സംഭവിക്കുവാൻ അനുവദിക്കുകയാണ് ചെയ്യുന്നത്. അവർ ചിന്ത കൊണ്ടോ അഹംബോധം കൊണ്ടോ വിശകലനം കൊണ്ടോ, ഉദാഹരണത്തിന് ബുദ്ധി കൊണ്ട്, സൂക്ഷ്മ അനുഭവങ്ങളെ തടയുന്നില്ല. നിങ്ങൾക്ക് അചഞ്ചലമായ വിശ്വാസവും വിനയവും ഉണ്ടെങ്കിൽ മാത്രമേ മഹാഗുരുക്കന്മാർക്ക് നിങ്ങളിൽ പ്രവർത്തിക്കാൻ കഴിയുകയുള്ളൂ. നമ്മെ ഉയരങ്ങളിലേക്ക് കൊണ്ടുപോകാൻ അവരെ നാം അനുവദിക്കണം. മഹാഗുരുക്കന്മാർ എന്നതുകൊണ്ട് ഞാൻ ഉദ്ദേശിച്ചത് ബാബാജി, ബാബ, യേശു, ബുദ്ധൻ, ആദിശങ്കരാചാര്യർ, കൃഷ്ണൻ മുതലായ സദ്ഗുരുക്കന്മാരെയാണ്. നിഷേധാത്മക ചിന്തകളെ പരിപാലിക്കുക എന്നത് മനുഷ്യ സ്വഭാവമാണ്. ശുഭാപ്തി വിശ്വാസിയാകുവാൻ കഠിനമായ പ്രയത്നം വേണം. അതിനു പുറമെ നമുക്ക് സംഭവിച്ചതോ സംഭവിക്കാൻ പോകുന്നതോ ആയ നന്മകൾക്ക് നാം അർഹരാണെന്ന് നമ്മുടെ മനസ്സ് പലപ്പോഴും അംഗീകരിക്കുന്നില്ല. നമുക്ക് ആരെങ്കിലും നല്ലത് ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ നമ്മെ സഹായിക്കുവാൻ തയ്യാറാവുകയാണെങ്കിൽ നാം ഉടനെ ആലോചിക്കുന്നു, ഇത് സത്യമാകാൻ വഴിയില്ല, അയാൾക്ക് എന്തോ ഗൂഢലക്ഷ്യമുണ്ട്. എല്ലാവരെയും എന്നത് പ്രധാനമാണ്. ചതിയന്മാരിൽ നിന്ന് നമ്മെ തന്നെ പരിരക്ഷിക്കുക എന്നതും അതേപോലെ പ്രധാനമാണ്. വികാരങ്ങളെക്കാൾ ബുദ്ധിയെ ഉപയോഗിക്കുക എന്നതാണ് പരിഹാരം. വിനയപൂർവമുള്ള കാര്യപ്രാപ്തിയോടുകൂടി എല്ലാ വ്യക്തികളെയും കണക്കിലെടുക്കുവാനും നമ്മുടെ താൽപ്പര്യത്തിന് നിരക്കാത്ത ഒരു കാര്യമോ സാഹചര്യമോ ഉണ്ടാകുമ്പോൾ അതിനെ നിഷേധിക്കുവാനുമുള്ള കഴിവും എല്ലാത്തിനെയും കുറിച്ചുള്ള നിശിതമായ ബോധവുമാണ് സ്വരക്ഷയ്ക്കുള്ള മുഖ്യമായ ഉപായങ്ങൾ. നാം വികാരാധീനനായിരിക്കുമ്പോൾ ഉപദ്രവമേൽക്കുവാൻ എളുപ്പമാണ്. മനുഷ്യപ്രകൃതിയെക്കുറിച്ച് വീണ്ടും, തൻ്റെ രീതികളെ മാറ്റലാണ് ഒരാൾക്ക് തന്നിൽ തന്നെ ഉണ്ടാക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ മാറ്റം. അനുകമ്പയെയും സ്നേഹത്തെയും നിങ്ങൾക്ക് ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള ഉത്തേജകങ്ങളായ അനുഭവങ്ങളെയും പരിപോഷിപ്പിക്കുകയും നിങ്ങളുടെ മനസ്സിലുള്ള നിഷേധാത്മക വികാരങ്ങൾക്ക് പകരമായി ശുഭകരമായവയെ വയ്ക്കുകയും ചെയ്യുക. അത് അത്രയ്ക്ക് ലളിതമാണ്.
നമ്മുടെയെല്ലാം മനസ്സുകളിൽ നിഷേധാത്മകമായ അനുഭവങ്ങൾ സുരക്ഷിതമായി സൂക്ഷിക്കപ്പെട്ടിട്ടുണ്ട് എന്നത് തീർച്ചയാണ്. അവയെയെല്ലാം ബോധത്തിലേക്ക് കൊണ്ടുവരികയും പുറത്തു കളയുകയും വേണം. എല്ലാ ഭയങ്ങളെയും കുറ്റബോധങ്ങളെയും ശ്രദ്ധാപൂർവം ഉപബോധത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവന്ന് ഉപേക്ഷിക്കണം. നിങ്ങൾക്ക് അത് ചെയ്യുവാൻ കഴിയും. നമുക്കെല്ലാം അത് ചെയ്യുവാൻ കഴിയും. പക്ഷേ അത് സംഭവിക്കണമെങ്കിൽ പ്രവൃത്തി കൊണ്ട് കഴിയുകയില്ല. നാം അസ്തിത്വ തലത്തിൽ വേണ്ടത്ര സമയം ചെലവഴിക്കേണ്ടി വരും. ഈ ശുദ്ധീകരണമാണ് നമ്മുടെ പരിശുദ്ധിയുടെ ശക്തി ധ്യാനത്തിൽ കൂടി നാം നേടുവാൻ ശ്രമിക്കുന്നത്. ധ്യാനം എന്നാൽ ചിലർ പറയുന്നത് പോലെ ഒന്നും ചെയ്യാതിരിക്കൽ അല്ല, നിഷ്ക്രിയത്വത്തിലൂടെ എല്ലാം ചെയ്യൽ ആണ്. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ ധ്യാനം അസ്തിത്വ തലത്തിൽ നിന്നുകൊണ്ട് എല്ലാം ചെയ്യലാണ്. നിഷ്ക്രിയത്വം അതിൻ്റെ ശാരീരികമായ വശം മാത്രമാണ്. ഒന്നും ചെയ്യാതെ അനങ്ങാതെ ഇരിക്കുന്ന ഒരാൾ ധ്യാനിക്കുക ആയിരിക്കണമെന്നില്ല. എന്തുകൊണ്ടെന്നാൽ മനസ്സ് എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. മനസ്സിന് വെറുതെ ഇരിക്കുവാൻ കഴിയുകയില്ല. ആ സമയത്ത് നിഷ്ക്രിയത്വത്തിന് ശാരീരികമായ വശം മാത്രമേ ഉള്ളൂ. ദേഹവും ബുദ്ധിയും മനസ്സും പൂർണ്ണമായി യോജിച്ച് അഹംബോധം ഉപേക്ഷിച്ച് ഒരു ബിന്ദുവിൽ കേന്ദ്രീകരിച്ച് ആത്മാവുമായി ലയിക്കുന്നതിനെ സമാധി എന്ന് പറയുന്നു. ആത്മാവാണ് ദൈവം. ആത്മാവിൻ്റെ തലത്തിൽ ആയിരിക്കുമ്പോൾ നിങ്ങൾ നിഷ്ക്രിയത്വത്തിൽ കൂടി എല്ലാം ചെയ്യുന്നു. അതായത് പിതാവ് അഥവാ പരബ്രഹ്മം എല്ലാത്തിൻ്റെയും അകത്തും പുറത്തും ഉണ്ട്. അത് എല്ലാ ചരാചര വസ്തുക്കളിലും ഉണ്ട്. പ്രപഞ്ചത്തിൻ്റെ ഓരോ ചലനത്തിലും അത് ഉൾപ്പെട്ടിരിക്കുന്നു. ഈ സർവ്വവ്യാപിത്വവും നിഷ്ക്രിയത്വത്തിൽ കൂടിയുള്ള പലതരം പ്രവൃത്തികളും ആത്മാവിൽ ഉറച്ചു നിന്നാൽ നമുക്കും നേടാവുന്നതാണ്. നാം എല്ലാ വിധത്തിലും ബോധവാന്മാരായിരിക്കണം. നമ്മുടെ ഇന്ദ്രിയങ്ങളും മനസ്സും ബുദ്ധിയും വളരെയധികം ഊർജം ഉപയോഗിച്ചു തീർക്കുന്നു. ഉറക്കം അത് വീണ്ടും നികത്തുന്നു. ധ്യാനം ശരിയായ വിധത്തിൽ ചെയ്താൽ നാം ഊർജത്തെ നമ്മിൽ തന്നെ ചംക്രമണം ചെയ്യിക്കുന്നുണ്ട്. അത് നമ്മുടെ ശരീരവ്യവസ്ഥയെ പുനരുജ്ജീവിപ്പിക്കുകയും ഉയരങ്ങളിലേക്കുള്ള വാതിൽ തുറക്കുകയും ചെയ്യുന്നു. ഒരിക്കൽ കൂടി ബുദ്ധി അമിതമായി ഉപയോഗിച്ച് ജീവിതത്തിൻ്റെ കെണികളിൽ വീണുപോകരുതെന്ന് വേദഗ്രന്ഥങ്ങൾ നമ്മെ താക്കീത് ചെയ്തിട്ടുണ്ട്. ഇക്കാര്യം വ്യക്തമായി മനസ്സിലാക്കുക. നാം എത്രയധികം ബുദ്ധിശാലിയാകുന്നുവോ അത്രയധികം സത്യത്തിൽ നിന്ന് അകലുന്നു. ബുദ്ധിയും മനസ്സും ശരീരത്തിനോട് ബന്ധപ്പെട്ടതാണ്. ജീവിതത്തിൻ്റെ ഉയർന്ന മണ്ഡലങ്ങളിലേക്ക് എത്തുവാൻ നമുക്ക് മനോബുദ്ധികൾക്കപ്പുറത്തേക്ക് പോകേണ്ടതുണ്ട്. ബുദ്ധിയെ ഫലപ്രദമായി പ്രയോജനപ്പെടുത്തുകയും സാവധാനത്തിൽ മനസ്സിൻ്റെ ആകർഷണത്തിൽ നിന്ന് വേർപെട്ടു പോരുകയും ചെയ്യേണ്ടതുണ്ട്. നിർഭാഗ്യവശാൽ നമ്മിൽ അധികം പേരും നമ്മുടെ മനസ്സിൻ്റെ അടിമകളാണ്. അതുകൊണ്ടാണ് ദിവസത്തിൻ്റെ ഏറ്റവും പ്രശാന്തമായ രാവിലെ 3 മണി മുതൽ 6 മണി വരെയുള്ള സമയത്തെ ധ്യാനത്തിനോ ജപത്തിനോ വിശുദ്ധ ഗ്രന്ഥങ്ങൾ വായിക്കുവാനോ ആയി ഉപയോഗപ്പെടുത്തുവാൻ ആത്മാവ് ആഗ്രഹിക്കുമ്പോഴും നാം ഉറങ്ങുവാൻ ഇഷ്ടപ്പെടുന്നത്. നാം മനസ്സിന് കീഴടങ്ങുമ്പോഴാണ് ഇത് സംഭവിക്കുന്നത്. നേരം വൈകിയിട്ടും കിടന്നുറങ്ങുന്നത് ഒരു താമസ ഗുണമാണ്. നമ്മിൽ താമസഗുണം എത്രയധികമുണ്ടോ അത്രയധികം വികാരാധീനനാകുവാനുള്ള പ്രവണതയും ഉണ്ടാകുന്നു. പുകവലിക്കാനും മദ്യപാനത്തിനും താമസിക ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കാനുമുള്ള പ്രവണത ഇതിനോട് ചേർന്ന് പോകുന്നു. അത് ധ്യാനാവസ്ഥകളെ തടയുകയും ചെയ്യുന്നു. നേരെ മറിച്ച് ധ്യാനം ഭക്ഷണവും ഉറക്കവും പോലെ നമ്മുടെ സ്വഭാവത്തിൻ്റെ ഒരു ഭാഗമാണ് എന്ന ഒരു ധാരണ നമ്മുടെ ഉപബോധം സൂക്ഷിച്ചു വച്ചിട്ടുണ്ടെങ്കിൽ നാം യാന്ത്രികമായി അത് ചെയ്തെന്ന് വരും. അതുകൊണ്ട് ഒരു ഫലവും ഉണ്ടാവുകയില്ല. സമയം പാഴാക്കൽ മാത്രമാണ് അത്. അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് ആരും ഒന്നും നേടുന്നില്ല. ശീലങ്ങൾ നമ്മുടെ സ്വഭാവത്തെ നിർണയിക്കുന്നത് പോലെ ശീലങ്ങൾ ആത്മീയ വികാസത്തിനുള്ള ലീനമായ കഴിവിനെയും നിർണയിക്കുന്നു. ബോധപൂർവമല്ലാത്ത പ്രവൃത്തികളെയും ബോധപൂർവമല്ലാത്ത ജീവിതത്തെയും കുറിച്ച് ജാഗരൂകരാകുക. താങ്ക് യു. ജയ് മോഹൻജി.